ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ലെമൺ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്, അതുകൊണ്ട് ഇത് ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ വറുക്കാത്ത കപ്പലണ്ടി ആണെങ്കിൽ ശരിക്കും ഇതിലിട്ടിട്ട് ഒന്ന് വറുത്ത് വരുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഉഴുന്നുപരിപ്പ് ഇടണ സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായി കപ്പലണ്ടി വറുത്തെടുക്കണം. പച്ച കപ്പലണ്ടി ആണെങ്കിൽ മാത്രം, വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഇഞ്ചി അരിഞ്ഞതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരി ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ആ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുള്ള റൈസാണിത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും പച്ചരിയൊക്കെയാണ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബസുമതി റൈസൊക്കെ എടുക്കാം. പക്ഷെ ഞാൻ ഈ ജീരകശാല വെച്ചിട്ട് തക്കാളി ചോറ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലെമൺ റൈസും ഈ ജീരകശാല അരി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ജീരകശാല അരി വെച്ചിട്ടും ലെമൺ റൈസ് തയ്യാറാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടിയും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുമ്പ് ഉണ്ടാക്കിയ തക്കാളി ചോറിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. നല്ല എളുപ്പവും നല്ല ടേസ്റ്റുമാണ് അത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ലെമൺ റൈസാണിത്. നമുക്കിപ്പോൾ തൈര് സാലഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.